എനിക്കറിയില്ല ഏത് സംവിധായകനാണ് പറഞ്ഞതെന്ന്. അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രശ്നമായിരിക്കാം. കാരണം ഇപ്പം ഞാനും വൈശാഖും ഒരു സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ 100ഓളം കഥകൾ ഡിസ്കസ് ചെയ്തിട്ടല്ല ഞങ്ങളൊരു സിനിമ ചെയ്തത്. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്നു എത്തരത്തിലുള്ള സിനിമയായിരിക്കണം, ഏത് തരത്തിലുള്ള കഥയായിരിക്കണം, എങ്ങനെയായിരിക്കണം ഈ സിനിമ രൂപപ്പെടേണ്ടത് എന്നുള്ളത് ഞങ്ങളൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ആ ധാരണയിലേക്ക് ഒരു കഥാതന്തു കണ്ടുപിടിക്കുകയും കഥയുണ്ടാക്കുകയും തിരക്കഥാരചന ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 80ഓളം കഥകൾ കേട്ടിട്ടല്ല, അല്ലെങ്കിൽ 100ഓളം കഥകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടല്ല ഒരു കഥയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ആ സംവിധായകനൊരു ധാരണയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ എന്താണ്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ എന്താണ്, ഈ ധാരണയുണ്ടെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഒരു കാലത്തും കഥകൾ ലോകത്ത് ഇല്ലാതിരിക്കുന്നില്ല. ഓരോ സംഭവങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളും എല്ലാം കഥകൾക്കുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് അതെനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള. പക്ഷേ നമ്മളെക്കൊണ്ട് എത്ര നാൾ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ എല്ലാവർക്കും ഉള്ള സംഭവമാണ്. നമുക്കെന്ന് നമ്മുടെ ആശയം കൺവേ ചെയ്യാൻ പറ്റാണ്ടാവുന്നു, അന്ന് നമ്മുടെ സിനിമകളില്ലാണ്ടാവും. ഇതെത്രയും നാൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്നു, നമുക്കൊരു കഥ പറയാൻ പറ്റുന്നു, നമുക്ക് പ്രേക്ഷകരെ അത് രസിപ്പിക്കാൻ പറ്റുന്നു, അത്രയും നാൾ എൻ്റെ തിരക്കഥകളുണ്ടാവും, എൻ്റെ സിനിമകളുണ്ടാവും. അല്ലാതെ കഥ അന്വേഷിച്ചിട്ട് കിട്ടണില്ല എന്ന് പറയുന്നത് തീർത്തും അബ്സേർഡാണ്. അത് ആര് പറഞ്ഞാലും എനിക്കതെന്തോ പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട്. മലയാളിക്ക് എത്ര നമ്മൾ സിനിമ മാറി എന്ന് പറഞ്ഞാലും, കാലഗണന വെച്ച് പറഞ്ഞാലും, പത്മരാജൻ, ഭരതൻ സാർ ഇവരുടെയൊക്കെ ഇതുണ്ടെങ്കിലും, മലയാളിക്ക് അന്നും ഇന്നും ഒറ്റ കാര്യമുള്ളൂ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി അവന് പറയാനൊരു കഥ വേണം. അതില്ലാത്ത ഒരു സിനിമയും ഓടില്ല. അപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. ജനറേഷൻ പുതിയത് വരുമ്പോൾ എല്ലാം ന്യൂ ജനറേഷൻ സിനിമയാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചോക്ലേറ്റ് ചെയ്തപ്പോൾ സച്ചി സേതുവിനെ അറിഞ്ഞു, അതുപോലെ ഒരു ഐഡൻറ്റിറ്റിയോടുകൂടി പുതിയ തിരക്കഥാകൃത്തുക്കൾ വരാത്തതെന്ന് ചോദിച്ചാൽ, ഒരു പടം അന്യഭാഷാ സ്വാധീനത്തിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തൊരു പടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട്. മലയാളി അറിയണം, മലയാളി പ്രേക്ഷകരെ അറിയണം. അപ്പോൾ മാത്രമാണ് രണ്ടാമതൊരു കഥ ഉണ്ടാവുള്ളൂ. ഇത് നാളെ നമുക്ക് സംഭവിക്കാം. നമ്മൾ 8 or 9 സിനിമകൾ ഞങ്ങൾ ചെയ്തു, ചിലപ്പോൾ 10 ചെയ്യാം. 12ത്തെ സിനിമ ചെയ്യാൻ നേരത്ത് മലയാളി പ്രേക്ഷകനെ ആണെന്ന് പറയാൻ മലയാള സിനിമയിൽ സ്ഥാനമില്ല, നമ്മൾ പുറത്താണ്. ഈ തിരിച്ചറിവില്ലായ്മയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പ്രശ്നം. നമ്മളെല്ലാവരും അറിയാം, സൗഹൃദത്തിനാണെങ്കിലും ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് വില കൊടുക്കുന്നവരാണ് മലയാളി. അവർക്ക് അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, കസിൻസ് ഇവരൊക്കെ വിട്ടിട്ടൊരു ഇതില്ല. അപ്പം നമ്മുടെ കഥകളിലെല്ലാം തന്നെ അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ, ബന്ധങ്ങൾക്ക് കൂടുതൽ തീവ്രതയുണ്ടെങ്കിൽ, ഇത് മലയാളി എന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജയിച്ച ചിത്രങ്ങൾ മല്ലു സിംഗിലാണെങ്കിലും ഇമോഷൻ ഒരുപാട് വാല്യൂ ഉള്ളതാണ്. വന്നുപെടുന്ന ഹരി 4 പെങ്ങന്മാരെ ചേർത്ത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ അച്ഛനെ ചേർത്ത് നിർത്തിയിട്ട് അവരെ സംരക്ഷിക്കപ്പെടുമ്പോൾ മലയാളിയുടെ മനസ്സാണത്. എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ അച്ഛൻ, അമ്മ ഇവരെ സംരക്ഷിക്കണം എന്ന് പറയുന്ന മലയാളിയുടെ മനസ്സ്. ഇത് എന്നും സിനിമകൾക്ക് ഇഷ്ടമുള്ളതാണ്. ഇതിനൊരു ക്ലീഷയെന്ന് പറയാൻ പറ്റില്ല. ആ കഥകൾ തീരുന്നില്ല, നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ തീരുന്നില്ല. ഇത് മറന്നുകൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോഴാണ് സിനിമ സ്വീകരിക്കപ്പെടാതെ പോകുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. കസിൻസ് എന്ന് പറയുന്ന സിനിമയുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇവരുടെ കൂട്ടായ്മയും ഇവരുടെ ബന്ധവും തന്നെയാണ്, അതിനകത്ത് മറ്റൊന്നുമല്ല. അപ്പോൾ ഇത് മലയാളത്തിൽ എത്ര പറഞ്ഞാലും തീരില്ല, എത്ര കേട്ടാലും മതിയാവില്ല. അതാണ് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്ന ഒരു രഹസ്യം എന്ന് പറയാവുന്നത്. ഞാൻ ചെയ്ത് പരാജയപ്പെട്ടു പോയ സിനിമകളുണ്ട്, അതിനകത്ത് അതില്ലായ്മയാണ് അതിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലാക്കും. ഒരു സിനിമ ആത്യന്തികമായിട്ട് സിനിമ സംവിധായകൻ്റെ കലയാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂട്ടായ്മയുടെ കലയാണ് സിനിമ. ഒരിക്കലും ഒരു തിരക്കഥാകൃത്ത് ഉണ്ടെന്ന് വെച്ചിട്ട് നല്ലൊരു സിനിമ ഉണ്ടാവണമെന്നില്ല, ഒരു സംവിധായകനുണ്ടെങ്കിൽ നല്ലൊരു കഥ ഇതുണ്ടാവില്ല. എല്ലാവരും അതിനകത്ത്, ഈവൻ നമുക്ക് രാവിലെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടും ചിന്തിച്ചിട്ടുമാണ് ഒരു നല്ല സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ കലയാണ് സിനിമ. കൂട്ടായ്മ എന്നില്ലാതാവുന്നു അന്ന് നല്ല സിനിമ ഇല്ലാതെയാവും. അതാണ് എൻ്റെ രണ്ടും 2 രീതിയിലുള്ള സിനിമകളായിരുന്നു. അത് ഒരുപാട് ചിലപ്പോൾ ഒരു സീൻ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു നേർരേഖയിലെത്തി, ഒരു സമവായത്തിലെത്തിയിട്ട് ഞങ്ങളൊരു സീൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാം. എനിക്കൊരു സമയമില്ല, എനിക്ക് സ്ഥലമില്ല, കാലമില്ല, ഒന്നുമില്ല. എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ഡൈനിങ് ടേബിളിലിരുന്നിട്ടാണ് ഞാൻ കസിൻസിൻ്റെ സീൻ എഴുതുന്നതും, അല്ലെങ്കിൽ ഇത് സലാം കാശ്മീറൊക്കെ എൻ്റെ വീടിൻ്റെ ഡൈനിങ് ടേബിളിലിരുന്നിട്ട്. എനിക്കല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നൊന്നുമില്ല എഴുതാൻ. അത് നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നു, ഒരു കാലോ സമയമൊന്നും ഇല്ലാണ്ട് അങ്ങനെ സ്പോണ്ടാനിയസ് ആയിട്ട് വരുന്ന രീതിയിലാണ് തിരക്കഥ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ സംവിധായകനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. മറ്റതൊരു ബാധ്യത എൻ്റെ പാർട്ട്ണറായിരുന്ന സച്ചിയെ ഞാൻ കൺവിൻസ് ചെയ്യണമായിരുന്നു. ഒരു കഥ അയാൾക്ക് ബോധ്യപ്പെടണം, അയാൾക്കും എനിക്കും ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഒരു സംവിധായകൻ്റെ അടുത്ത് അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ സംവിധായകൻ മാത്രമേ ഉള്ളൂ. ആ സംവിധായകന് ഞാനും പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ നിർമ്മാതാവിന് ഇത് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഈസിയായി. ശക്തമായിട്ടുള്ള തിരക്കഥയുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നും ആവശ്യമില്ല.
പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഉൾപ്പെടുന്ന ഇന്നത്തെ സിനിമാ തിരക്കഥാകൃത്തുക്കളായാലും ഇവരുടെയൊക്കെ പ്രശ്നം ഈ ശക്തമായിട്ടുള്ള കഥ എന്ന് പറയുന്ന സാധനമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതായിട്ട് ഇതുണ്ട്. കാരണം ആ ശക്തമായിട്ടുള്ള കഥ നമുക്ക് കണ്ടെത്താൻ പറ്റണില്ല. നമുക്ക് കഥകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, കഥകളില്ലായ്മയല്ല. ആ ശക്തമായിട്ടുള്ളൊരു കഥ, അതൊരു ഭാഗ്യമാണ് അതിനകത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. എവിടെയാണ് എനിക്ക് അങ്ങനത്തെ ഒരു സാധനം പറയാൻ പറ്റണതെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുണ്ടെങ്കിൽ ഈ പറയുന്ന നടന്മാർ ആരും ആവശ്യമില്ല, ആരോ ചെയ്താലും നിൽക്കും. അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ സിനിമകൾ, എത്രയോ സംവിധായകർ അങ്ങനെ സിനിമകൾ വിജയിപ്പിച്ചേക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിനിമകൾ ഏക്കാതെ വരുന്നു, എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആശയം കൺവേ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, അവരിലേക്ക് അത് എത്തിച്ചേരാൻ പറ്റാണ്ട് വരുന്നു. അന്ന് ഇത് അവസാനിപ്പിച്ച് ഞാൻ വന്നത് അഭിഭാഷകനായിട്ടാണ് ഞാൻ എൻ്റെ ഇത് തുടങ്ങിയത്. 9 കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ സച്ചിൻ പ്രാക്ടീസ് ചെയ്തു ആയിക്കോട്ടെ. അന്ന് ഞാൻ തിരിച്ച് കോടതിയിലേക്ക് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നേക്കുന്നത്. ഇന്നേ ഉള്ളൂ സിനിമയിൽ, ഇന്നലെയില്ല നാളെയില്ല, ഇന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ ലൈവായിട്ട് നിൽക്കുന്നു, ഇന്ന് എൻ്റെ കസിൻസ് വിജയിച്ചിരിക്കുന്നു, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് നാളെ ഒരു സിനിമ ഉണ്ടാവും, അടുത്തൊരു സിനിമ ഉണ്ടാവും. അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ.